തിരുവനന്തപുരം കൈമനത്ത് കുറ്റിക്കാട്ടിൽ വാഴത്തോപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരത്ത് തന്നെ കരുമത്ത് മരുതൂർക്കടവ് പാലത്തിന് സമീപമായി പുതുവലിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ ഏകദേശം 50 വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ഥലത്തേക്ക് എത്തി. അതായത് കൈമനത്തേക്ക് വന്നിട്ട് തൊട്ടടുത്ത് ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി അവിടെ തങ്ങളുടെ ബാഗും മൊബൈലുമൊക്കെ ആ കടക്കാരനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ വാഴത്തോട്ടത്തിലേക്ക് നടന്നു വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല. ഈ പരിസരവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവം നടക്കുന്ന ഈ പറമ്പിൻ്റെ സമീപത്തു തന്നെയുള്ള ഒരു യുവാവുമായി ഈ സ്ത്രീ പ്രണയത്തിലായിരുന്നു. കുടുംബത്തിലെ അംഗങ്ങൾ അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പ്രണയവും സ്നേഹവുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. ഇവർക്ക് ഏകദേശം 50 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ ആ യുവാവിനാകട്ടെ പ്രായം കുറവാണ്, 43 വയസ്സിനകത്താണ് പ്രായം. അയാൾ പിന്നെ മറ്റേതോ പെൺകുട്ടിയുമായി പ്രണയത്തിനോ വിവാഹത്തിനോ ഒക്കെ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത ഒരുപക്ഷെ ഇവരെ വേദനിപ്പിച്ചോന്നറിയില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഈ സ്ഥലത്തേക്ക് ഇവർ എങ്ങനെ വന്നു, എന്തിനു വന്നു, ഇതൊക്കെയാണ് ഇതിലെ ദുരൂഹതയായി വീട്ടുകാർ ഉയർത്തി കാണിക്കുന്നത്. മാത്രവുമല്ല, അവർ ഇതിനെ തീർത്തും അന്വേഷിക്കണം എന്നു തന്നെയാണ് അവരുടെ ആവശ്യം. സ്വാഭാവികമായിട്ട് ഒരു ആത്മഹത്യ എന്ന നിലയിൽ തള്ളിക്കളയാവുന്ന ഒരു കേസല്ല എന്നാണ് അവരുടെ അടുത്ത ബന്ധുവും സഹോദര സ്ഥാനത്തുള്ളതുമായിട്ടുള്ള ഒരാൾ പറയുന്നത്. ഇന്നലെ രാത്രി 10:30 ഈ വാഴത്തോട്ടത്ത് ഉഗ്രമായ പ്രകാശവും അതുപോലെ നിലവിളിയും കേട്ടാണ് പരിസരവാസികൾ ഇവിടേക്ക് വന്നതും. റെസിഡൻഷ്യൽ അസോസിയേഷനിലുള്ള ആൾക്കാരെ വിവരമറിയിച്ചു. അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു നോക്കുമ്പോൾ മുഖം തിരിച്ചറിയാനാവാത്ത വിധം കരിഞ്ഞിരുന്നു. ഈ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു യുവാവുണ്ട്. ഈ കാണുന്ന വീട്ടിലാണ്, റോഡരികിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക് 2 മുറി സൗകര്യം മാത്രമേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ, അതായത് ഈ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ബന്ധുക്കൾ പറഞ്ഞതിനെ തുടർന്നുണ്ടായ ചില വഴക്കോ വാക്ക് തർക്കത്തിലോ അവർ അവിടെ നിന്ന് താമസം മാറിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിനപ്പുറത്ത് കൊച്ചുള്ളൂർ എന്ന സ്ഥലത്തിനടുത്തായി ഒരു ടെക്സ്റ്റൈൽ പോലുള്ള ഒരു സംവിധാനത്തിൽ എന്തോ ജോലി നോക്കുകയാണ് ഇപ്പോൾ ഈ സ്ത്രീ, നോക്കി വരികയായിരുന്നു. അങ്ങനെ താമസം ബന്ധുക്കളോടൊപ്പം അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതിയിൽ അവരെ അനുസരിക്കാതെ ജീവിച്ചു എന്ന ഒരു സ്വഭാവം എന്ന ഒന്നിനെക്കുറിച്ചും അവർ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും വല്ലാത്ത ഒരു വിധിയായിപ്പോയി എന്ന് ചിലർ പറയുന്നു.